നിങ്ങളൊരു വീട് വയ്ക്കാൻ സ്ഥലം നോക്കി നടക്കുന്ന ആളാണോ? നിങ്ങൾ ഡെവലപ്മെൻറ്റ് പെർമിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞുതരാം. എന്താണ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ്? ഒരു വലിയ സ്ഥലം, അത് 50-60 സെൻറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഏക്കർ സ്ഥലം, അതിനൊരു ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു സെല്ലർ ആ ലാൻഡ് ഡെവലപ്പ് ചെയ്ത് അതിനെ 5-10 സെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു റോഡെല്ലാം ഫോം ചെയ്ത് അതൊരു 10-ന് മുകളിലുള്ള പ്ലോട്ട്സ് ആയിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ സെല്ലർ അല്ലെങ്കിൽ ഡെവലപ്പർ ഒരു ഡെവലപ്മെൻറ്റ് പെർമിറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനൊരു ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് ഒരു ഡെവലപ്പർ ഒരു പ്ലോട്ട് വിൽക്കുന്നുവെങ്കിൽ ആ പ്ലോട്ട് നിങ്ങൾ വാങ്ങി നിങ്ങളൊരു വീട് വയ്ക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു പെർമിറ്റ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ഇല്ല എന്ന കാരണത്താൽ നിങ്ങളുടെ പെർമിറ്റ് നിഷേധിക്കപ്പെടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇങ്ങനെ 10-ന് മുകളിൽ പ്ലോട്ടായിട്ട് തിരിച്ച ഒരു ഡെവലപ്ഡ് പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങുമ്പോൾ നിർബന്ധമായിട്ടും അത് ഡെവലപ്പർ നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റ് പെർമിറ്റ് തരേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ബാധ്യതയല്ല, അത് വിൽക്കുന്ന ആളാണ് ഇത് അപേക്ഷിച്ച് നിങ്ങൾക്ക് തരേണ്ടത്. അങ്ങനെ ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ലാൻഡ് വാങ്ങാതെ മറ്റ് ലാൻഡ്സ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ബി കോഷ്യസ്. ഇത് സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ജാക്ക് കൺസ്ട്രക്ഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താങ്ക്